ഹായ്. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളൊരു കാഞ്ഞിരപ്പുഴ ട്രിപ്പ് പോകുന്ന കേട്ടോ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പുഴ ഡാം ഒന്ന് കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. മോൾക്കും തന്നെ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം. ഞാനും തന്നെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ഗാർഡനും ഉണ്ട്, മാത്രമല്ല ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്, കൂട്ടത്തിൽ ഡാമും കാണാമെന്നുള്ള പ്ലാനിൽ പോകുന്നതാണ്. അത്യാവശ്യം ചെറിയ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും കുറച്ചൊക്കെ ചെറിയ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് മെയിൻ്റനൻസ് പോരാ. ചെടികളൊക്കെ ഉണ്ട് താനും, എന്നാലും കുറച്ചും കൂടെ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി അവിടെ വന്നപ്പോൾ. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് വളരെയധികം ഇഷ്ടമാവും കേട്ടോ. ബിലോ 12 ഇയേഴ്സ് ഉള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് തരത്തിലുള്ള ടോയ്സും അവരുടെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 20-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സൈക്കിൾ റൈഡ് ചെയ്യാനുള്ള പാതയും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ടുള്ള എൻട്രൻസ് ചാർജ് ആയിരുന്നാൽ 30 രൂപയാണ് കേട്ടോ. വൈകിട്ട് 8 മണി വരെ പാർക്ക് ഓപ്പൺ ആണ്. പക്ഷേ ഡാമിലോട്ടുള്ള പ്രവേശനം 7 മണി വരെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാനും ഫാമിലി ആയിട്ട് വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. കപ്പിൾസിനായാലും കുറച്ച് പ്രായമുള്ളവർക്കായിരിക്കും നല്ല ശാന്തമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ഡാമിൻ്റെ മുകളിലോട്ട് കയറി. അവിടെ എത്തിയപ്പോൾ നല്ല രസമുള്ള കാറ്റും നല്ലൊരു വല്ലാത്തരത്തിലുള്ളൊരു അനുഭൂതിയായിരുന്നു. വളരെ കുളിർമ എഴുതുന്നൊരു അനുഭൂതിയായിരുന്നു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ സന്ധ്യ എപ്പോഴേക്കും ഞങ്ങളവിടെ തിരിച്ചു പോകുന്നു കേട്ടോ. 30 രൂപയ്ക്ക് എന്തായാലും മുതലാവുന്നൊരു കാഴ്ച.